അധ്യക്ഷൻ വേദിയിലുള്ള ഡയറക്ടർ ഡോക്ടർ കെ ജന, ഡയറക്ടർ ഡോക്ടർ എൻ്റെ സുഹൃത്ത് ഡോക്ടർ മുഹമ്മദ് ഡോക്ടർ ഷാജി, നമ്മുടെ മുൻ ഡയറക്ടർമാർ മുൻ നേതാക്കന്മാർ, സർവീസ് നേതാക്കന്മാർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങളെ, ഞാനിപ്പോൾ ഇവിടെ നിങ്ങളെ ഈ യോഗത്തിന് ആശംസ പ്രകടിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഹോംഗോയുടെ മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിലാണ്. ഹോംഗോയുടെ ഏറ്റവും വലിയ കസ്റ്റമേഴ്സ് ആണ് എൻ്റെ മനസ്സിലിരിക്കുന്നത് നിങ്ങളോടൊക്കെ. അപ്പോൾ നിങ്ങൾ ഹോംഗോയ്ക്ക് ചെയ്തു തരുന്ന ഈ ഉപകാരത്തിന് ഹോംഗോ ഇന്ന് കടപെട്ടെ. എന്റെ കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കും. വളരെ പലർക്കും ഈ വായിക്കാൻ കൊടുത്താൽ കണ്ണട വെച്ച് തന്നെ അവർ വായിക്കുന്നുണ്ട്. വളരെ ആയാസപ്പെട്ടവരാണ്. 65 വയസ്സ് 70 വയസ്സൊക്കെ ആൾക്കാർ കഴിഞ്ഞ ആൾക്കാർ പോലും സർവീസ് ഇരിക്കുകയാണ്. കാഷ്വാലിറ്റി എത്രയാണെന്ന് ചോദിച്ചു. പല സംസ്ഥാനങ്ങളിൽ 8 ഉള്ളൂ. ഞാൻ എനിക്ക് കൈമുക്കി നമുക്ക് 20 കാഷ്വാലിറ്റി ഉണ്ട്. അപ്പൊ അവിടെ ഡയറക്ടറുടെ റെസ്പോൺസ് പെട്ടെന്നായിരുന്നു. നിങ്ങൾക്ക് കൂടുതൽ കാഷ്വാലിറ്റി കിട്ടുന്നതുകൊണ്ടാണ് നമ്മുടെ അടിസ്ഥാന ശമ്പളം ഇത്ര മാത്രം കുറഞ്ഞു പോയത്. ശരിക്കും ഒരുപക്ഷെ മാഡം ആ ഒരു സെമിനാർ അറ്റൻഡ് ചെയ്തതാണ്. അവിടുത്തെ ഉദ്യോഗസ്ഥന് വാങ്ങിക്കുന്ന ശമ്പളം. രണ്ടാമത്തെ ഡോക്ടർ ഷാജി പറഞ്ഞ 2 കാര്യം. ഞാൻ ഈ സെമിനാറിനൊക്കെ പങ്കെടുക്കാൻ പോകുന്ന ആളായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ കുറെ നാളായിട്ട് ഞങ്ങൾക്ക് സെമിനാർ ക്ലാസ് എടുക്കാനുള്ള സമയം വളരെ പരിമിതമാണ്. നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഈ ഡോക്ടേഴ്സ് എന്നൊക്കെ ഉള്ളത് ഈ സെമിനാർ കഴിഞ്ഞ ദിവസം ഒരു സെമിനാർ സംഘടന എന്ന് പറയുന്നില്ല. 9:30 ഫസ്റ്റ് സെഷൻ ആരംഭിക്കുന്നു പറഞ്ഞു. 11 മണിക്ക് ആ സെഷൻ കഴിയും. 11 മണി മുതൽ ലഞ്ച് വരെ ബിസിനസ് സെഷനാണ്. ഊണ് കഴിഞ്ഞ് 2:30 മുതൽ 1 മണിക്കൂർ വീണ്ടും സെമിനാർ. 3:30 മണിക്ക് വേറെ ഫംഗ്ഷൻ. ഈ 11 മണിയാകുമ്പോഴത്തേക്ക് എത്ര പ്രഗത്ഭനായ ഫാക്കൽറ്റി ആയാലും ഫാക്കൽറ്റിക്ക് ഒരു ചിട്ടി വരും. ബിസിനസ് സെഷൻ ആരംഭിക്കായി. ലഞ്ച് കഴിഞ്ഞാൽ നമ്മൾ ആരാ ഇരിക്കാൻ പറ്റുന്നത്? ലഞ്ച് നല്ല ഉപവാസത്തോടെ ശ്രദ്ധയ്ക്ക് ശേഷം നമുക്ക് സെമിനാർ ഇരിക്കാൻ പറ്റും. തീർച്ചയായിട്ടും ശരി, ഏത് സംഘടനയായാലും ശരി, സെമിനാറിന് വേണ്ടി സെമിനാർ സംഘടിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടർമാരെ പ്രാതിനിധ്യമുണ്ട്. ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ അസോസിയേഷൻ ബേസിൽ നമ്മൾ നയിക്കുന്ന സെമിനാറുകളിൽ ഞാൻ ജില്ലാതലത്തിൽ ബേസിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥനാണ്. IHKയുടെയും ആലപ്പുഴയുടെ പ്രശ്നമില്ല. ഞാൻ വയനാട് വർക്ക് ചെയ്യുമ്പോൾ ഡോക്ടർ എ സുരേഷൊക്കെ അറിയാമല്ലോ. അവിടെ ഒരു എപ്പിഡമിക് ഉണ്ടായ സമയത്ത് നമ്മൾ പലവട്ടം പോയി വിളിച്ചിട്ടും IHKയുടെയും IHMയുടെയും പ്രതിനിധികൾ ആ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. തീർച്ചയായിട്ടും ഈ സംഘടനകളൊക്കെ പരിശോധിക്കേണ്ടതാണ്. സംഘടനകൾ നിർദ്ദേശിക്കുന്ന DLEയിലെ ഡോക്ടർമാര് ആ സംഘടന അല്ലെങ്കിൽ ഇതിന്റെ യോഗത്തിൽ കൃത്യമായി പങ്കെടുക്കുന്ന കാര്യം ഉറപ്പുവരുത്തണം. പിന്നെ റീച്ചിന്റെ പ്രവർത്തനം ഡോക്ടർ പറഞ്ഞത് ആമ പലരും മനസ്സിലാക്കുന്ന പോലെയല്ല. നിങ്ങൾ ഡോക്ടർമാര് ഇവിടെ വിടുന്ന സമയത്ത് വളരെ ഫാസ്റ്റായിട്ട് ഞങ്ങളെ ജോലി ചെയ്യുന്നു. ഇതിനെ ഇനി നമ്മുടെ ഡിപ്പാർട്ട്മെന്റുമായിട്ട് അതിനൊരു റിപ്ലൈ വരണം അവസരം കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. പിന്നെ ഒരു കാര്യം അറിയിക്കുകയാണ്. ഹോംഗോ അതിന്റെ സർവകാല റെക്കോർഡിലേക്കാണ് ഞങ്ങളുടെ ഉത്പാദനം ഇപ്പൊ എത്തിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ ഞങ്ങൾ ഒരു കാര്യം ഞാൻ പറഞ്ഞോളട്ടെ. മരുന്ന് അയക്കുന്നതിന് അല്പം കാലതാമസം നേരിട്ടാലും ദയവായി നിങ്ങൾ ഞങ്ങൾ സഹകരിക്കണം. പിന്നെ ഇതുവരെ ഗിരീജന് ആദ്യമായിട്ടുള്ള ഫംഗ്ഷനിൽ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ളത് ഏറ്റവും നല്ല ഒരു സംസ്ഥാന സമ്മേളനമാണ് ഇന്ന് നടക്കുന്നത്. പ്രാതിനിധ്യം കൊണ്ട് ഇതിന്റെ സംഘാടനം കൊണ്ട് തികച്ചും കൊല്ലം ജില്ലക്കാർക്ക് അഭിമാനിക്കാം. ഇതിനെ വെല്ലാൻ ഒരു സംസ്ഥാന സമ്മേളനം നമ്മൾ ഒത്തിരി അധ്വാനിക്കേണ്ടത്. പിന്നെ നമ്മുടെ ഔട്ട്സ്റ്റാൻഡിംഗ് ഡ്യൂട്ടി കൗൺസിൽ അവാർഡ് വാങ്ങിച്ച എല്ലാവർക്കും ആശംസകളും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എനിക്കിതിന് അവസരം തന്ന ഗിരീച്ചമ്മയുടെ ഭാരവാഹികൾക്കും നമുക്ക് ഓരോരുത്തർക്കും ഹോംഗോയുടെ പേരിൽ നന്ദി കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു.